ഇനി നമ്മൾ തൃശ്ശൂർ പൂരത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരമാടുന്ന വൈവിധ്യമാർന്ന ചടങ്ങുകളുടെയും വ്യത്യസ്തമായ വർണ്ണ കാഴ്ചകളുടെയും സമന്വയം കൂടിയാണ് തൃശ്ശൂർ പൂരം. സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നായി 10,000-കണക്കിന് പൂരപ്രേമികളാണ് പൂരം കാണാനായി മാത്രം നാട്ടിലെത്തിയിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിയോഫിനാണ് പൂരനഗരിയിൽ നിന്നും നമുക്കൊപ്പം ഉള്ളത്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. തിയോഫിന്, അവിടുത്തെ ആവേശം എത്രത്തോളം ഉണ്ട് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അറിയാം, ഈ ഒരു സമയം തന്നെ നിരവധി ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ തിയോഫിൻ നിൽക്കുന്നിടത്ത് തന്നെ ഒരു തിരക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലയിടങ്ങളിലായി ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സ്ഥിതിയാണോ ഇപ്പോൾ ഈ രാവിലെ തന്നെ കാണാൻ സാധിക്കുന്നത്. കനത്ത ചൂടായിരിക്കും ഇനി വരും മണിക്കൂറുകളിലൊക്കെ തന്നെ. ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് പൂരപ്രേമികൾ എല്ലാവരും അവിടെ എത്തും എന്നതിന് സംശയമൊന്നുമില്ലല്ലോ. മാത്രമല്ല, ചെറുപൂരങ്ങളുടെ വരവ് തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ? തീർച്ചയായും കീർത്തി, ചൂടൊന്നും തൃശ്ശൂരിനെ സംബന്ധിച്ച് പൂരത്തിന് ഇതൊരു വിഷയമേ അല്ല. അത് വെളിവാക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട തിരക്കും. കാരണം ഇന്നലെ പൂര വിളംബരത്തിൻ്റെ സമയത്ത് തന്നെ ഇവിടെ മുഴുവൻ തിങ്ങി നിറഞ്ഞ ജനമാണ് ആയിരുന്നു. നമ്മൾ ഈ തെക്കേ ഗോപുര നടയിലാണ് ഇപ്പോൾ. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെക്കേ ഗോപുര വാതിൽ തുറന്നാണ് പൂര വിളംബരം നടന്നത്. ഈ തെക്കേ ഗോപുര നട വഴിയാണ് ചെറുപൂരങ്ങളുടെ വരവ് തുടങ്ങി. ആദ്യം കണിമംഗലം ശാസ്താവാണ് ഗോപുര നടയിലൂടെ അകത്തേക്ക് കയറിയത്. ശാസ്താവിനൊപ്പം ആനകൾ 9 ആനകൾ ഉൾപ്പെടെ മേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ശാസ്താവ് അകത്തേക്ക് കയറിയത്. ഇനി വടക്കുന്നാഥനെ മടങ്ങുകയാണ്. ഘടകപൂരങ്ങളെല്ലാം ചെയ്യുന്ന ഇന്നുള്ളത് ഒന്നിന് പിന്നാലെ ഒന്നായി ഘടകപൂരങ്ങളെത്തും. ഈ പൂരങ്ങളെല്ലാം വടക്കുന്നാഥനെ കണ്ട് മടങ്ങും. കാരണം വടക്കുന്നാഥൻ്റെ സന്നിധിയിലാണ് ഈ പൂരം നടക്കുന്നത്. വടക്കുന്നാഥൻ ഇതിനെല്ലാം സാക്ഷിയാണ്. വടക്കുന്നാഥ ക്ഷേത്രം അതേസമയം പൂരത്തിൽ പങ്കാളികളുമല്ല. 8 ഘടകക്ഷേത്രങ്ങളാണ് പൂരത്തിൽ പങ്കാളികളായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാന പങ്കാളികൾ എന്ന് പറയുന്നത് തിരുവമ്പാടിയും പാറമേക്കാവുമാണ്. മറ്റുള്ളത് 10 പൂരത്തിൽ 10 പങ്കാളികളുള്ളതിൽ ഏറ്റവും പ്രധാനം തിരുവമ്പാടിയും പാറമേക്കാവും. അതിനുശേഷം മറ്റ് 8 ഘടക ക്ഷേത്രങ്ങൾ കൂടി ഇതിൽ പങ്കാളികളായുണ്ട്. ഈ ഘടകപൂരങ്ങളാണ് രാവിലെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കണിമംഗല ശാസ്താവാണ് ആദ്യം വരുന്നത്. ഇതിനുശേഷം ഇനി ഓരോ പൂരങ്ങളായി വരാനുണ്ട്. ലാലൂർ വരാനുണ്ട്. ലാലൂർ കാർത്തിയായനി കാവ് ഭഗവതി, പൂക്കാട്ടിക്കര ഭഗവതി, അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ, ഇനി ഘടകപൂരങ്ങൾ, അങ്ങനെ 8 എണ്ണം നിര ഒന്നിന് പിന്നാലെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചയെന്ന് പറയുന്നത് പൂരത്തിൻ്റെ വലിയൊരു കാഴ്ച. ചെറിയ അരുവികൾ ചേർന്ന വലിയൊരു നദിയായി വരുന്നത് പോലെയുള്ള ഒരു പൂര കാഴ്ചയ്ക്കാണ് ഇനിയുള്ള മണിക്കൂറുകൾ തൃശ്ശൂർ പൂരനഗരി സാക്ഷിയാവുക. ജനങ്ങൾ രാവിലെ തന്നെ പൂരനഗരിയിലേക്ക് എത്തിക്കഴിഞ്ഞു. വലിയ നിരത്തിരക്കാണ് ഇപ്പോൾ തന്നെ കാണാൻ കഴിയുന്നത്. ഇവരെല്ലാം രാവിലെ പൂരത്തിൻ്റെ തുടക്കം കാണാനാണ്. തൃശ്ശൂർ പൂരനഗരി ഇപ്പോൾ തന്നെ പൂര ആവേശത്തിലായി കഴിഞ്ഞു. അത്രമാത്രം ജനത്തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മളും ഇതിൻ്റെ തത്സമയ സംപ്രേഷണത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കങ്ങളും ഒക്കെ നമുക്ക് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ മികച്ച രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് പൂരം എത്തിക്കാനുള്ള എല്ലാ സാങ്കേതികമായ കാര്യങ്ങളെല്ലാം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. വളരെ ഭംഗിയായി തന്നെ നമുക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുമുണ്ട്. എന്തായാലും ജനങ്ങളൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലെ കണിമംഗലം ശാസ്താവ് അകത്തേക്ക് കയറുന്നത് കണ്ട് ആളുകൾ കുറേ പേർ ക്ഷേത്രത്തിനകത്തേക്ക് പോയിട്ടുണ്ട്. പല ഭാഗങ്ങളിലേക്ക് ജനങ്ങളിങ്ങനെ പിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ തെക്കേ ഗോപുര നടയിലും ഇപ്പോഴും നിരവധി പേർ കൂടി നിൽക്കുന്നുണ്ട്. ഇനിയും പൂരങ്ങളുടെ വരവുണ്ട്. ശ്രീമൂലസ്ഥാനത്ത് നിന്നാണ് ഇനി മറ്റ് പൂരങ്ങൾ വരാനുള്ളത്. കണിമംഗല ശാസ്താവാണ് ഇതുവഴി കടക്കുന്നത്. കണിമംഗല ശാസ്താവിന് കയറാൻ വേണ്ടിയാണ് ഇന്നലെ തെക്കേ ഗോപുര നട തുറന്നത്. ആ തെക്കേ ഗോപുര നട തുറക്കലാണ് പൂര വിളംബരം വലിയൊരു ചടങ്ങായി അടുത്ത കാലത്ത് മാറിയിട്ടുണ്ട്. പൂര വിളംബരം കാണാൻ തന്നെ, അതായത് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി ഇന്നലെ എറണാകുളം ശിവകുമാർ ഈ തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കാണാൻ തന്നെ ജനസഹസ്രങ്ങളാണ് ഇവിടെ തടിച്ചുകൂടിയിരുന്നത്. അത് മുതൽ തൃശ്ശൂരിൻ്റെ പൂരലഹരിയുടെ മണിക്കൂറുകളാണ്. ഇനി അങ്ങോട്ട് ഇന്ന് പൂരക്കാഴ്ചകളുടെ മേളമാണ്. ഒരു സമന്വയം, കാഴ്ച, ശബ്ദത്തിൻ്റെയും ദൃശ്യത്തിൻ്റെയും ഒക്കെ എല്ലാം ചേർന്നുള്ള ഒരു സിംഫണിയാണ് തൃശ്ശൂർ പൂരം. അതിനുള്ള ഒരുക്കത്തിലാണ്, അതിനായുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികളെല്ലാം. ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ള മണിക്കൂറുകൾ ജനത്തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും. പൂരനഗരി മണ്ണിട്ടാൽ താഴെ വീഴാത്തത്ര അല്ലെങ്കിൽ ജനത്തിരക്കായി ഈ പൂരനഗരി വടക്കുന്നാഥൻ്റെ വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഈ തേക്കിൻകാട് മൈതാനി മാറും.